ഇതുവരെ നമ്മൾ ബൊയാന്റ് ഫോഴ്സ് എന്താണെന്നും അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളുമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു ഫ്ലൂയിഡ് കൊടുക്കുന്ന ബൊയാന്റ് ഫോഴ്സ് എത്രയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു നോക്കിയാലോ? ഇതിനു വേണ്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. ആദ്യം നമുക്കത് ചെയ്തു നോക്കാം. ഈ ആക്ടിവിറ്റിയിൽ ഒരേ സൈസുള്ള രണ്ട് ഒബ്ജക്റ്റിനെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഒബ്ജക്റ്റ് സ്റ്റോണും സെക്കൻഡ് ഒബ്ജക്റ്റ് മെറ്റൽ പീസും. ആ രണ്ട് ഒബ്ജക്റ്റിൻ്റെയും പിക്ചർ ഞാനിവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഒബ്ജക്റ്റിനും സെയിം സൈസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവയുടെ വോളിയം എന്ന് പറയുന്നത്, അതായത് സ്റ്റോണിൻ്റെയും മെറ്റൽ പീസിൻ്റെയും വോളിയം എന്ന് പറയുന്നത് ഈക്വലാണ്. ഇനി നമുക്ക് ഈ രണ്ട് ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യണം. എന്തിനാണ് നമ്മളിവിടെ വെയിറ്റ് മെഷർ ചെയ്യുന്നത്? ബിക്കോസ് വെയിറ്റ് എന്നത് ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യാം. അതിനു വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു സ്പ്രിംഗ് ബാലൻസ് ആണ്. സ്പ്രിംഗ് ബാലൻസ് എന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ വെയിറ്റൊക്കെ മെഷർ ചെയ്യുവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പിക്ചറാണിത്. ഈ പിക്ചറിൽ കാണുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ സ്പ്രിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഇതിൽ ന്യൂട്ടൺ എന്ന യൂണിറ്റിലും ഗ്രാംസ് എന്ന യൂണിറ്റിലും അടയാളപ്പെടുത്തിയത് കാണാനാകും. വെയിറ്റ് നമ്മൾ ന്യൂട്ടൺ എന്ന യൂണിറ്റിൽ ആണ് അളന്നെടുക്കുക. ബിക്കോസ് വെയിറ്റ് എന്നത് ഒരു ഒബ്ജക്റ്റിൽ എർത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. നമ്മൾ പറഞ്ഞു ഈ ഫോഴ്സിനെയാണ് നമ്മൾ വെയിറ്റായി പറയുന്നതെന്ന്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആയതുകൊണ്ട് നമ്മൾ വെയിറ്റിൻ്റെയും യൂണിറ്റിനെ ന്യൂട്ടൺ ആയാണ് കൺസിഡർ ചെയ്യുക. എന്നാൽ ഗ്രാംസ് എന്നത് മാസിൻ്റെ യൂണിറ്റാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് മെഷർ ചെയ്യുവാൻ സ്പ്രിംഗ് ബാലൻസിലെ ആ ഹുക്കിൽ, ആ ഒരു കൊളുത്ത് നമ്മൾ കണ്ടില്ലേ, ആ കൊളുത്തിൽ ഒബ്ജക്റ്റിനെ തൂക്കിയിട്ട ശേഷം ഏത് ഗ്രാംസിന് നേരെയാണ് ആ റെഡ് കളർ പോയിൻ്റർ നിൽക്കുന്നത് എന്ന് നോക്കുക. അത്രയും ഗ്രാംസ് ആയിരിക്കും ആ ഒബ്ജക്റ്റിൻ്റെ മാസ്. വെയിറ്റ് അളക്കാൻ ന്യൂട്ടൺ എന്ന യൂണിറ്റിന് താഴെ ഏത് നമ്പറിലാണ് പോയിൻ്റർ നിൽക്കുന്നത് എന്ന് നോക്കുക. അത്രയും ന്യൂട്ടൺ ആയിരിക്കും അതിൻ്റെ വെയിറ്റ്, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്. ഇവിടെ നമ്മളോട് വെയിറ്റ് ആണ് അളന്നെടുക്കുവാൻ പറഞ്ഞത്. സോ ന്യൂട്ടൺ എന്ന യൂണിറ്റിലാണ് നമ്മൾ മെഷർമെൻറ്റ് നടത്തുവാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യാം. അതിനു മുന്നേ ഞാനിവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്. അത് നോക്കൂ. ഇവിടെ ഫസ്റ്റ് കോളം ഒബ്ജക്റ്റ് ആണ് എഴുതിയിട്ടുള്ളത്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റോൺ ആൻഡ് മെറ്റൽ പീസ്. ഈ രണ്ട് ഒബ്ജക്റ്റിൻ്റെ കേസിലും സെയിം സൈസായിരിക്കും. സെയിം സൈസ് ആയിരിക്കും. അതായത് വോളിയം എന്താണ്? ഈക്വൽ ആയിരിക്കും. ഇനി നെക്സ്റ്റ് കോളം നോക്കൂ. വെയിറ്റ് ഇൻ എയർ എന്നുള്ളത്, ദാറ്റ് ഈസ് വായുവിലുണ്ടായ, ആ ഒബ്ജക്റ്റിന് വായുവിലുണ്ടായ ഭാരമാണ് വെയിറ്റ് ഇൻ എയർ. W1 ആയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വെയിറ്റ് ഇൻ വാട്ടർ, അതായത് ആ ഒബ്ജക്റ്റിനെ നമ്മൾ ജലത്തിൽ വെക്കുമ്പോൾ അതിനുണ്ടായ വെയിറ്റ് എന്ന് പറയുന്നത് W2 ആണ്. ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് വൺ ലോസ് ഓഫ് വെയിറ്റ്, അതായത് നമുക്കറിയാം എങ്ങനെയായാലും ഈ രണ്ട് മീഡിയത്തിൽ ഒബ്ജക്റ്റിനെ നമ്മൾ വെക്കുന്ന സമയം അവിടെ ഒരു ഭാരക്കുറവ് അനുഭവപ്പെടും അല്ലേ? അതാണ് ഇവിടെ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ആയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബിക്കോസ് ഇവിടെ വാട്ടറാണ് ഞാൻ ലിക്വിഡായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റോണിൻ്റെ കേസ് നോക്കാം. ഞാനിവിടെ സ്പ്രിംഗ് ബാലൻസ് വെച്ച് വെയിറ്റ് ഇൻ എയർ എന്നത് വായുവിലെ ഭാരം ഏകദേശം 50 ന്യൂട്ടൺ ആണ് എടുക്കുന്നത്. വെയിറ്റ് ഇൻ വാട്ടർ എനിക്ക് അപ്പോൾ കിട്ടിയത് 10 ന്യൂട്ടൺ ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിൻ്റെ കേസിൽ ജലത്തിൽ വെച്ച് വെയ്റ്റ്ലെസ് ഫീൽ ചെയ്തു അല്ലേ? അതായത് മീഡിയം മാറിയപ്പോൾ, എയറിൽ നിന്ന് വാട്ടറിൻ്റെ കേസിലേക്ക് വന്നപ്പോൾ സ്റ്റോണിന് എന്ത് സംഭവിച്ചു? ഒരു ഭാരക്കുറവ് സംഭവിച്ചു. അത് എത്രയെന്ന് നോക്കിയാലോ? എങ്ങനെ കാണാം? വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ, ദാറ്റ് ഈസ് ലോസ് ഓഫ് വെയിറ്റ്. 15 ന്യൂട്ടൺ മൈനസ് 10 ന്യൂട്ടൺ ഈക്വൽ ടു 5 ന്യൂട്ടൺ ആണ് എനിക്ക് കിട്ടിയത്. ഈ ലോസ് ഓഫ് വെയിറ്റ് ആണ് ഇവിടെ ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ബൊയാന്റ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതുപോലെ മെറ്റൽ പീസിൻ്റെ കേസ് നോക്കൂ. വെയിറ്റ് ഇൻ എയർ, അതായത് വായുവിലുണ്ടായ ഭാരം 25 ന്യൂട്ടണും ജലത്തിലുണ്ടായ ഭാരം 20 ന്യൂട്ടണും ആണ്. സോ ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് 25 മൈനസ് 20 ന്യൂട്ടൺ, ദാറ്റ് ഈസ് 5 ന്യൂട്ടൺ. ഈ 5 ന്യൂട്ടൺ
ഫോഴ്സ് ആയിരിക്കും ബൊയാൻ ഫോഴ്സ് ആയിട്ട് ആ ഒബ്ജക്റ്റ്, അതായത് ഇവിടെ ഏതാ മെറ്റൽ, ഈ മെറ്റൽ പീസിൻ്റെ മുകളിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ നമുക്ക് എന്ത് പറയാം, ഈ ബൊയാൻ ഫോഴ്സ് എന്ന് പറയുന്നത് ലോസ് ഓഫ് വെയ്റ്റിന് ഈക്വൽ ആണ്. സോ ബൊയാൻ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് മീഡിയത്തിൽ, ഇവിടെ ഏതൊക്കെ രണ്ട് മീഡിയം, ഒന്ന് എയറും ഒന്ന് വാട്ടറും, ഈ എയറിലും വാട്ടറിൻ്റെ കേസിലും ആ ഒബ്ജക്റ്റിനുണ്ടായ വെയ്റ്റുകളുടെ ആ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ലോസ് ഓഫ് വെയ്റ്റ് കണ്ടാൽ മതി. ഈ ലോസ് ഓഫ് വെയ്റ്റിനെയാണ് ബൊയാൻ ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഞാൻ വാട്ടറിൻ്റെ കേസിൽ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം ലിക്വിഡ് എന്നത് പല ടൈപ്പ് ഉണ്ട്. വാട്ടർ, സലൈൻ വാട്ടർ, കെറോസിൻ എന്ന് വെച്ചാൽ നമ്മുടെ മണ്ണെണ്ണ, സുഗർ സൊല്യൂഷൻ, അങ്ങനെ ഒരുപാട് തരത്തിലുണ്ട്. സോ ഒരു ഒബ്ജക്റ്റിന് എല്ലാ ലിക്വിഡിലും ഒരേ അളവിലാണോ ബൊയാൻ ഫോഴ്സ് അനുഭവപ്പെടുന്നത്? അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഈ ഒരു ആക്ടിവിറ്റി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ 3 ബീക്കറുകളിലായി വാട്ടർ, സലൈൻ വാട്ടർ, കെറോസിൻ എന്നിവ എടുക്കുക. സലൈൻ വാട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ സാൾട്ട് സൊല്യൂഷൻ, അതായത് ഉപ്പുവെള്ളം. കെറോസിൻ എന്ന് വെച്ചാൽ മണ്ണെണ്ണ. ഇങ്ങനെ നമ്മൾ ജലം, ഉപ്പുവെള്ളം, മണ്ണെണ്ണ എന്നിവ 3 ബീക്കറുകളിലായിട്ട് എടുക്കുക. ഇവിടെ ഞാൻ സ്റ്റോണിൻ്റെ ബൊയാൻ ഫോഴ്സ് ആണ് മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റായിട്ട് ഞാൻ എടുക്കുന്നത് സ്റ്റോണാണ്. നമ്മൾ മുൻപ് ചെയ്ത ആക്ടിവിറ്റി പ്രകാരം ബൊയാൻ ഫോഴ്സ് എന്നത് ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ ഏത് ലിക്വിഡിൽ ആയിരിക്കുന്നോ അതിൽ മുങ്ങിയിരിക്കുമ്പോൾ അനുഭവപ്പെട്ട ഭാരക്കുറവാണ് അല്ലേ? നമ്മൾ മുൻപ് ചെയ്ത ആക്ടിവിറ്റി പ്രകാരം നമുക്കതല്ലേ മനസ്സിലായത്? അതായത് ബൊയാൻ ഫോഴ്സ് ഈക്വൽ ടു വെയ്റ്റ് ഇൻ എയർ മൈനസ് വെയ്റ്റ് ഇൻ ലിക്വിഡ്, ദാറ്റ് ഈസ് വായുവിലെ ഭാരം മൈനസ് ദ്രാവകത്തിലെ ഭാരം ഈക്വൽ ടു പ്ലവക്ഷമ ബലം. ഇതാണല്ലോ നമ്മൾ മുൻപ് ചെയ്ത ആക്ടിവിറ്റി പ്രകാരം നമുക്ക് മനസ്സിലായത്. ഇവിടെ സ്റ്റോൺ മാത്രമാണ് ഒബ്ജക്റ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. എന്നാൽ 3 ടൈപ്പ് ലിക്വിഡ്സാണ് ഈ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് എല്ലാ ലിക്വിഡിലും ഒരേപോലെയാണ് ഓരോ ഒബ്ജക്റ്റിനുണ്ടാകുന്ന ബൊയാൻ ഫോഴ്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. സോ ഇവിടെ 3 ടൈപ്പ് ലിക്വിഡ്സാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് നമ്മുടെ ആ ഒബ്ജക്റ്റിനുണ്ടാകുന്ന ആ ബൊയാൻ ഫോഴ്സ്, അതായത് ആ ബൊയാൻസി എന്ന ഒരു ഫിനോമിന അല്ലേ, ആ ബൊയാൻസി എന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഫസ്റ്റ് ഞാൻ ആദ്യം ഇവിടെ സ്റ്റോണിൻ്റെ വായുവിലെ ഭാരം, അതായത് വെയ്റ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ എന്നുള്ളത് 20 ന്യൂട്ടൺ ആണ് എന്ന് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കരുതുക. അത് ഈ ടേബിളിന് മുകളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ടേബിളിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് വൺ ലിക്വിഡ്. ഞാൻ പറഞ്ഞു ഇവിടെ 3 ടൈപ്പ് ലിക്വിഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കെറോസിൻ, സെക്കൻഡ് വാട്ടർ ആൻഡ് സലൈൻ വാട്ടർ. നെക്സ്റ്റ് കോളം എന്താണ്? വെയ്റ്റ് ഓഫ് സ്റ്റോൺ ഇൻ ലിക്വിഡ്സ്, അതായത് നമുക്കറിയാം ആ ഒരു സ്റ്റോണ് ഞാനിവിടെ എയറിൽ വെച്ചപ്പോൾ 20 ന്യൂട്ടണാണ് എനിക്ക് കിട്ടിയത്. ഇനി കെറോസിൻ, വാട്ടർ, സലൈൻ വാട്ടർ, ഈ 3 ലിക്വിഡ്സിൻ്റെ കേസിൽ ഞാൻ ആ സ്റ്റോണ് ഒന്ന് മുക്കി നോക്കിയപ്പോൾ സ്റ്റോണിൻ്റെ ഭാരം ആ ഓരോ ലിക്വിഡിലും എത്ര കിട്ടി എന്നാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. 15 ന്യൂട്ടൺ. കെറോസിൻ്റെ കേസിൽ എനിക്ക് 15 ന്യൂട്ടണും നമ്മുടെ വാട്ടറിൻ്റെ കേസിൽ 12 ന്യൂട്ടണും ആൻഡ് സലൈൻ വാട്ടറിൻ്റെ കേസിൽ 8 ന്യൂട്ടണുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് കോളം എന്താണ്? ലോസ് ഓഫ് വെയ്റ്റ് ഓഫ് സ്റ്റോൺ ഓർ ബൊയാൻസി. ലോസ് ഓഫ് വെയ്റ്റ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ബൊയാൻസി അല്ലേ, ബൊയാൻ ഫോഴ്സ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് വെയ്റ്റ് ഇൻ എയർ മൈനസ് വെയ്റ്റ് ഇൻ ലിക്വിഡ്. ഇതാണ് വെയ്റ്റ് ഇൻ എയർ. ആ സ്റ്റോണിൻ്റെ വെയ്റ്റ് ഇൻ എയർ ആണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് വെയ്റ്റ് ഓഫ് സ്റ്റോൺ ഇൻ ഈച്ച് ലിക്വിഡ്. ഓക്കെ, ദാറ്റ് നമുക്ക് ഫസ്റ്റ് ലിക്വിഡിൻ്റെ കേസ് നോക്കിയാലോ. കെറോസിൻ്റെ കേസിൽ സ്റ്റോണിന് എത്രയുണ്ട് ആ ലോസ് ഓഫ് വെയ്റ്റ് എന്നുള്ളത്? 20 ന്യൂട്ടൺ മൈനസ് 15 ന്യൂട്ടൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. ഈ 15 ന്യൂട്ടൺ നമ്മുടെ ആ കെറോസിനിൽ ആ സ്റ്റോൺ വെച്ചപ്പോൾ ഉള്ള ആ വെയ്റ്റ് ആണ് അല്ലേ.
നമ്മുടെ എയറിൻ്റെ കേസിൽ എയറിൽ ആ സ്റ്റോൺ വെച്ചപ്പോൾ 20 ന്യൂട്ടൺ ആണ്. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ലോസ് ഓഫ് വെയിറ്റ് ആയിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ 5 ന്യൂട്ടൺ ആണ് ഇവിടെ ബൊയാൻ ഫോഴ്സ് ആയിട്ട് ആ സ്റ്റോണിൻ്റെ മുകളിൽ ബൊയാൻ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്തത്. ഇനി നെക്സ്റ്റ് വാട്ടറിൻ്റെ കേസ് നോക്കൂ. ജലത്തിൽ ഞാൻ ആ സ്റ്റോൺ വെച്ചപ്പോൾ ആ 20 ന്യൂട്ടൺ എന്നുള്ളത് 12 ന്യൂട്ടൺ ആയിട്ട് റെഡ്യൂസ് ചെയ്തു, കുറഞ്ഞു പോയി അല്ലേ? സോ അവിടെ ഒരു ഭാരക്കുറവ് അനുഭവപ്പെട്ടല്ലോ. ആ ഭാരക്കുറവ് എത്രയാണ്? 20 ന്യൂട്ടൺ മൈനസ് 12 ന്യൂട്ടൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ന്യൂട്ടൺ. ഇനി സലൈൻ വാട്ടറിൻ്റെ കേസ് നോക്കൂ. വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ എന്നുള്ളത് 20 ന്യൂട്ടൺ ആണ് അല്ലേ? അത് ഞാൻ സലൈൻ വാട്ടറിൽ ആ സ്റ്റോൺ കൊണ്ടുവന്ന് സലൈൻ വാട്ടറിൽ വെച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടി? ആ സലൈൻ വാട്ടറിൽ ആ സ്റ്റോണിൻ്റെ വെയിറ്റ് 8 ന്യൂട്ടൺ ആണ്. സോ ഇവിടെയും ഒരു ലോസ് ഓഫ് വെയിറ്റ് കാണുന്നുണ്ട് അല്ലേ? ദാറ്റ് ഈസ് 20 ന്യൂട്ടൺ മൈനസ് 8 ന്യൂട്ടൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ന്യൂട്ടൺ അല്ലേ? ഇതിൽ നിന്ന് സലൈൻ വാട്ടറിനാണ് കൂടുതൽ ബൊയാൻ ഫോഴ്സ് അനുഭവപ്പെട്ടതെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ഈ ലോസ് ഓഫ് വെയിറ്റ് ആണ് ബൊയാൻ ഫോഴ്സ്. ഇതിന് കാരണം ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. നോക്കൂ, വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കെറോസിൻ്റെ ഡെൻസിറ്റിയോ 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സലൈൻ വാട്ടറിൻ്റെ കേസിൽ നോക്കൂ, 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് ഡെൻസിറ്റി കൂടുതലുള്ളത്? സലൈൻ വാട്ടറിനാണല്ലോ. എന്നിട്ടല്ലേ വാട്ടറിന് ഡെൻസിറ്റി ഏറ്റവും കുറവ് കെറോസിന്. സോ ഡെൻസിറ്റി കൂടിയ ആൾക്കാണ് ബൊയാൻ ഫോഴ്സ് കൂടിയത് അല്ലേ? ദാറ്റ് ഈസ് ഡെൻസിറ്റി കൂടുമ്പോൾ ബൊയാൻ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? കൂടും. സോ ഒരു ലിക്വിഡ് ഒരു ലിക്വിഡിൽ വെക്കുന്ന ഒരു ഒബ്ജക്റ്റിന് അനുഭവപ്പെടുന്ന ബൊയാൻ ഫോഴ്സ് ലിക്വിഡിൻ്റെ ഡെൻസിറ്റിനെ എഫക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായല്ലോ. ദി സ്റ്റോൺ എക്സ്പീരിയൻസ് മാക്സിമം ബൊയാൻസി ഇൻ സലൈൻ വാട്ടർ അല്ലേ? സലൈൻ വാട്ടറിൻ്റെ കേസിലാണ് കൂടുതൽ ബൊയാൻസി നമ്മൾ കണ്ടെത്തിയത്. ദാറ്റ് ഈസ് സലൈൻ വാട്ടറിന് എന്ത് കൂടുതലാണ്? ഡെൻസിറ്റി കൂടുതലാണ്. ദി സ്റ്റോൺ എക്സ്പീരിയൻസ് ലീസ്റ്റ് ബൊയാൻസി ഇൻ കെറോസിൻ, അതായത് മണ്ണെണ്ണ. കെറോസിൻ്റെ കേസിൽ ഏറ്റവും കുറവ് ബൊയാൻസി ആ സ്റ്റോണിന് ഉണ്ടായി എന്നാണ് പറയുന്നത്. ബിക്കോസ് കെറോസിൻക്ക് ഡെൻസിറ്റി വളരെയധികം കുറവാണ്. ദി ഹയർ ദി ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ദി ഗ്രേറ്റർ ദ ബൊയാൻസി, അതായത് ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ആര് കൂടും? നമ്മുടെ ബൊയാൻസി കൂടും എന്നാണ് പറയുന്നത്. ഒരു ദ്രാവകത്തിൽ ഒരു ഒബ്ജക്റ്റിന് അനുഭവപ്പെടുന്ന ബൊയാൻ ഫോഴ്സ് ആ ദ്രാവകത്തിൻ്റെ ഡെൻസിറ്റിനെ എഫക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായല്ലോ. ഈ ദ്രാവകത്തിൻ്റെ സാന്ദ്രത, അതായത് ലിക്വിഡ് ഡെൻസിറ്റി ബൊയാൻ ഫോഴ്സിനെ എഫക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നതിന് പറ്റിയ ഒരു എക്സാമ്പിൾ ആയിരുന്നു ഞാൻ മുൻപുള്ള ഒരു വീഡിയോയിൽ നമ്മുടെ എഗ്ഗിനെ പറ്റി പറഞ്ഞത്. അതൊന്നും നമുക്ക് നോക്കാം. ബൊയാൻ ഫോഴ്സ് ഡെൻസിറ്റിയായിട്ട് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന്. എക്സാമ്പിൾ ഫസ്റ്റ് നോക്കൂ. ആൻ എഗ് സിങ്സ് ഇൻ ഫ്രഷ് വാട്ടർ ബട്ട് ഫ്ലോട്ട്സ് ഇൻ എ സ്ട്രോങ് സൊല്യൂഷൻ ഓഫ് സാൾട്ട്. അതായത് ഫ്രഷ് വാട്ടറിനെ അപേക്ഷിച്ച് നമ്മുടെ സാൾട്ട് സൊല്യൂഷൻ, സ്ട്രോങ് സൊല്യൂഷൻ ഓഫ് സാൾട്ട് എന്നാണ് പറയുന്നത്. സാൾട്ട് സൊല്യൂഷൻക്ക് അത്രയും കോൺസെൻട്രേഷൻ കൂടുതലാണ് അല്ലേ? അപ്പോൾ ഡെൻസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. സോ ഈ എഗ് എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റ് ഫ്രഷ് വാട്ടറിൽ സിങ്ക് ചെയ്യുകയും സാൾട്ട് വാട്ടർ ഡെൻസിറ്റി കൂടിയ സാൾട്ട് വാട്ടറിൻ്റെ കേസിൽ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യുകയും ചെയ്യും. സാൾട്ട് വാട്ടറിൻ്റെ ഡെൻസിറ്റി കൂടിയത് കൊണ്ട് ആ എഗ്ഗിനുണ്ടാകുന്ന ബൊയാൻ ഫോഴ്സ് അവിടെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. സാൾട്ട് വാട്ടർ കൊടുക്കുന്ന ബൊയാൻ ഫോഴ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ആ എഗ്ഗിന് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ഫ്ലോട്ട് ചെയ്യാൻ കഴിയുന്നത്. ആരോ താഴെ നിന്ന് ഉയർത്തി കൊടുക്കുന്നത് പോലെയുള്ള ആ ഒരു തോന്നൽ കൂടുതൽ ഏത് കേസിലായിരിക്കും? നമ്മുടെ സാൾട്ട് സൊല്യൂഷൻ്റെ കേസിലായിരിക്കും, ഫ്രഷ് വാട്ടറിനെ അപേക്ഷിച്ച്. ഇനി നെക്സ്റ്റ് നോക്കൂ. ഡസ് എ ഷിപ്പ് ദാറ്റ് എൻറ്റേഴ്സ് എ ഫ്രഷ് വാട്ടർ ലേക്ക് ഫ്രം ദി ഓഷ്യൻ സിങ്ക് മോർ ഓർ റൈസ് മോർ? ഒരു ഷിപ്പ് അത് നമ്മുടെ ശുദ്ധജല തടാകത്തിൽ നിന്ന്, ഫ്രഷ് വാട്ടർ ലേക്ക് എന്ന് വെച്ചാൽ ശുദ്ധജല തടാകം, ഈ ശുദ്ധജല തടാകത്തിൽ നിന്ന് ഒരു കടലിലേക്ക് പോകുന്ന ആ ഷിപ്പിനെ അപേക്ഷിച്ചിട്ട് ഏത് കേസിലായിരിക്കും ഷിപ്പ് കൂടുതലായിട്ട് താവുന്നതും, അതായത് സിങ്ക് ചെയ്യുന്നതും മുങ്ങിപ്പോകുന്നതും കൂടുതലായിട്ട് ഉയർന്നു നിൽക്കുന്നതും? നമുക്കറിയാം ഫ്രഷ് വാട്ടറും നമ്മുടെ ഓഷ്യൻ വാട്ടറും നമ്മൾ
കമ്പയർ ചെയ്യുന്ന സമയം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡെൻസിറ്റി കൂടുതൽ ഓഷ്യൻ വാട്ടറിലായിരിക്കും. ബിക്കോസ് ഓഷ്യൻ വാട്ടറിൽ എന്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്? മിനറൽസിൻ്റെ ഒക്കെ കണ്ടൻറ്റ് കൂടുതലാണ് ഈ ഓഷ്യൻ വാട്ടറിൻ്റെ കേസിൽ. സോ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഡെൻസിറ്റി കൂടുന്ന ഭാഗത്ത് ഏതോ ഒബ്ജക്റ്റ് വെച്ചാലും അതെന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. ബിക്കോസ് താഴെ നിന്ന് കൊടുക്കുന്ന അപ്വേർഡ് ഫോഴ്സ്, ദാറ്റ് ഈസ് ബൊയാൻ ഫോഴ്സ് എന്താണ്? കൂടുതലാണ്. താഴെ നിന്ന് ഒരാൾ മുകളിലേക്ക് ഉയർത്തുന്നത് പോലെ നമുക്ക് കൂടുതലായിട്ട് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യുന്ന പോലെ ഉയർന്നു നിൽക്കും അല്ലേ? ഷിപ്പ് കൂടുതലായിട്ട് ഉയർന്നു നിൽക്കുന്നത്, അതായത് റൈസ് ചെയ്ത് നിൽക്കുന്നത് ഏത് കേസിലായിരിക്കും? നമ്മുടെ ഓഷ്യൻ വാട്ടറിൻ്റെ കേസിലും. ഫ്രഷ് വാട്ടറിൻ്റെ കേസിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഷിപ്പ് ഫ്രഷ് വാട്ടറിൽ എത്തുന്ന സമയം കുറച്ച് താഴ്ന്നു പോകുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ഈ ലിക്വിഡ് ഡെൻസിറ്റിക്ക് അനുസരിച്ച് ബൊയാൻസി ചേഞ്ച് വരുമെന്ന് മനസ്സിലായല്ലോ. സെയിം വെയ്റ്റുള്ള, അതായത് ഒരേ ഭാരമുള്ള ഒബ്ജക്ട്സിന് എല്ലാം ഒരു ലിക്വിഡിൽ സെയിം ബൊയാൻസി ആയിരിക്കുമോ ഉണ്ടായിരിക്കുക? അതും കൂടി ഒന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി വ്യത്യസ്ത സൈസുള്ള ഒരു ഇരുമ്പിൻ്റെ കട്ടയും ഒരു മരത്തിൻ്റെ കട്ടയും ഞാൻ എടുക്കുകയാണ്. ഈ രണ്ട് ഒബ്ജക്റ്റിലും ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്താണ്? നമ്മുടെ മരത്തിൻ്റെ ഒരു കട്ടയാണ്. ഈ സെക്കൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ഒരു കട്ടയാണ്. ഈ രണ്ട് ഒബ്ജക്റ്റിൻ്റെയും മാസ് ഞാൻ ഈക്വൽ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സൈസ് ഡിഫറെൻ്റ് ആണ്, ദാറ്റ് ഈസ് വോളിയം ഡിഫറെൻ്റ് ആണ്, എങ്കിൽ കൂടി മാസ് എന്താണ്? ഈക്വലാണ്. മാസ് ഈക്വലായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ ജലത്തിൽ മുങ്ങി നിൽക്കേണ്ട സർഫസ് ഏറ്റവും കൂടുതൽ ആർക്കാണ്? നമ്മുടെ ഇരുമ്പിൻ്റെ കട്ടക്കാണോ മരത്തിൻ്റെ കട്ടക്കാണോ? സൈസ് കൂടുതലുള്ള ആൾക്കല്ലേ. സോ ജലത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാഗം കൂടുതലുള്ളത് വോളിയം കൂടിയ ആൾക്ക്, അതായത് സൈസ് കൂടിയ ആൾക്കാണ്. ദാറ്റ് ഈസ് ആ ഭാഗത്തായിരിക്കും കൂടുതൽ ബൊയാൻ ഫോഴ്സ് ആക്ട് ചെയ്യുക. സൈസ് കൂടുക മീൻസ് സർഫസ് കൂടുതലുള്ള ഭാഗത്തായിരിക്കും എന്ത് ബൊയാൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൂടുതലുണ്ടായിരിക്കുക. സോ നമുക്കെന്ത് പറയാം? ഒരു ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന, അതായത് ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന സോളിഡ് ഒബ്ജക്റ്റിൻ്റെ വോളിയം കൂടുതലാണെങ്കിൽ ആ ഒബ്ജക്റ്റിനു മേൽ ആ ലിക്വിഡ് കൊടുക്കുന്ന ബൊയാൻ ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അത്തരം കേസിൽ ആ ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യും. സോ ഇവിടെ ഫ്ലോട്ട് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ മരത്തിൻ്റെ ഈ ഒരു കട്ടയായിരിക്കും. ഇരുമ്പിൻ്റെ കട്ടക്ക് ഈ ബൊയാൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഏരിയ കുറവാണ് അല്ലേ. സോ കുറച്ച് ബൊയാൻ ഫോഴ്സേ ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ കൂടുതൽ ബൊയാൻ ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ഈ ഫ്ലോട്ട് ചെയ്യുന്ന ആളാരായിരിക്കും? ബൊയാൻ ഫോഴ്സ് കൂടുതൽ കിട്ടിയ ആൾ, അതായത് സൈസ് കൂടിയ ആൾ. സോ നമുക്കെന്ത് പറയാം? ആസ് മോർ ആൻഡ് മോർ വോളിയം ഓഫ് എ സോളിഡ് ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ദി ബൊയാൻ ഫോഴ്സ് ഗോസ് ഓൺ ഇൻക്രീസിങ്. അതായത് ആ മുങ്ങി നിൽക്കുന്ന ഭാഗം ഏറ്റവും കൂടുതൽ വോളിയം ആർക്കാണോ ഉള്ളത് അതിനായിരിക്കും ബൊയാൻ ഫോഴ്സ് ഏറ്റവും കൂടുതൽ. സോ വോളിയം കൂടുമ്പോൾ ആര് കൂടും? ബൊയാൻ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. വോളിയം ബൊയാൻ ഫോഴ്സ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു. വോളിയം കൂടുമ്പോൾ ആര് കൂടും? ബൊയാൻ ഫോഴ്സ് കൂടും. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഹാവ് യു എവർ വണ്ടേർഡ് വൈ എ ഷിപ്പ് മെയ്ഡ് ഓഫ് അയൺ ഡസ് നോട്ട് സിങ്ക് ഇൻ സീ വാട്ടർ? അതായത് ഒരു അയൺ കൊണ്ട് നിർമ്മിച്ച ഷിപ്പ് സീ വാട്ടറിൽ താന്നു പോകുന്നുണ്ടോ? ഇല്ല. ബട്ട് whether the same amount of iron in the form of sheet would sink? ആ ഷിപ്പ് നിർമ്മിക്കാനെടുത്ത സെയിം അയൺ, അത്ര തന്നെ എമൗണ്ട് അയൺ എടുത്ത് നമ്മൾ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അത് സീ വാട്ടറിൽ വെച്ചാലോ അതെന്ത് ചെയ്യും? താഴ്ന്നു പോകും. കാരണം എന്താ? ഈ വോളിയം കൂടുതൽ ആർക്കാണ്? ഷിപ്പിനാണ്. നമ്മൾ മുന്നേ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ആവറേജ് ഡെൻസിറ്റി ഷിപ്പിന് കുറവാണ്, കാരണം വോളിയം കൂടുതലാണ് അല്ലേ. ഷിപ്പിന് വോളിയം കൂടുതലാണ്. സോ ഷിപ്പ് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. അതുകൊണ്ടാണ് വോളിയം കൂടുതലായതുകൊണ്ട് ബൊയാൻ ഫോഴ്സ്, ആ ഷിപ്പിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ബൊയാൻ ഫോഴ്സ് ഷീറ്റിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ബൊയാൻ ഫോഴ്സ് കൂടുതലായതുകൊണ്ട് ഷിപ്പ് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ രണ്ട് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? ബൊയാൻ ഫോഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. ദി ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻ വിച്ച് ദി ബോഡി ഈസ് ഇമ്മേഴ്സ്ഡ്. അതായത് നമ്മൾ എടുക്കുന്ന ആ ഒബ്ജക്റ്റ് ഏത് ലിക്വിഡിലാണോ, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡും ഗ്യാസും ആണ്. നമ്മളിവിടെ ലിക്വിഡിൻ്റെ കേസ് മാത്രമാണ് പറയുന്നത്. ഏത് ലിക്വിഡിലാണ് ആ ഒബ്ജക്റ്റ് മുങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യുന്നത്, ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി, അതായത് ദ്രാവകത്തിൻ്റെ സാന്ദ്രത അല്ലേ, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ത്? ബൊയാൻ ഫോഴ്സ്. സോ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി കൂടുമ്പോൾ ബൊയാൻ ഫോഴ്സ് കൂടും എന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വണ്ണോ, ദി വോളിയം ഓഫ് ദി ബോഡി സബ്മേർജ്ഡ് ഇൻ ദ ഫ്ലൂയിഡ്.
ഏത് ഒബ്ജക്റ്റ് ആണോ എടുക്കുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ വോളിയം. സോ ദി ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ദി വോളിയം ഓഫ് ദി ബോഡി, ഈ രണ്ട് ഫാക്ടേഴ്സിനെയാണ് ബൊയാൻ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ രണ്ട് ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബൊയാൻ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒഴുകാൻ കഴിയുന്ന ഏതൊരു വസ്തുവുമാണെന്ന് നമ്മൾ പറഞ്ഞു. ബൊയാൻസി എന്നത് ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണെന്നും നമ്മൾ പറഞ്ഞു. ലിക്വിഡ് ആൻഡ് ഗ്യാസ്, അതായത് ദ്രാവകങ്ങളും വാതകങ്ങളും ആണ് ഫ്ലൂയിഡ് എന്നും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ലിക്വിഡിലും ഗ്യാസിലും ബൊയാൻ ഫോഴ്സ് അനുഭവപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമല്ലോ. നമ്മളിപ്പോൾ ഒരുപാട് സിറ്റുവേഷൻ പറഞ്ഞത് മുഴുവൻ ഏത് കേസിലാണ്? ലിക്വിഡിൻ്റെ കേസിലാണ്. സോ ഇത് നോക്കൂ, സം സിറ്റുവേഷൻസ് ഇൻ യുവർ daily life in which you have experienced buoyancy in liquids and gases. ലിക്വിഡ്സിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മളിവിടെ മുമ്പ് പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും ലിക്വിഡ്സിൻ്റെ കേസിലായിരുന്നു അല്ലേ. നോക്കൂ, ഇനി ഗ്യാസിൻ്റെ കേസിലുള്ള ഒന്ന് നോക്കൂ. ഹൈഡ്രജൻ ഫില്ലഡ് ബലൂൺ റൈസസ് ഇൻ ദി എയർ. നമ്മുടെ ഡെയിലി ലൈഫിൽ ബൊയാൻസി എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ളൊരു എക്സാമ്പിളാണ് ഗ്യാസിൻ്റെ കേസിൽ ഹൈഡ്രജൻ ഫില്ലഡ് ബലൂൺ. ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബലൂൺ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വായുവിൽ ഉയർന്നു പോകുന്നതിന് കാരണം എന്താണ്? താഴെ നിന്ന്, ഇത് ഫ്ലോട്ട് ചെയ്യുന്നത് പോലെ തന്നെ താഴെ നിന്ന് ആ എയറിൽ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ബൊയാൻ ഫോഴ്സ് ആ ഹൈഡ്രജൻ ബലൂണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ബലൂൺ എന്ത് ചെയ്യുന്നത്? എയറിൽ റൈസ് ചെയ്തു പോകുന്നത്. ഇനി നെക്സ്റ്റ് നോക്കൂ, ഫിഷസ്, ബോട്ട്സ് ആൻഡ് മാൻ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ. ജലത്തിൻ്റെ മുകളിൽ കൂടി ഫിഷ്, ബോട്ട്, മനുഷ്യൻ ഇവർക്കെല്ലാം എന്ത് ചെയ്യാൻ കഴിയും? ഫ്ലോട്ട് ചെയ്യാൻ കഴിയും. ബിക്കോസ് ബൊയാൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ബൊയാൻ ഫോഴ്സ് കൂടുതൽ ഉണ്ടെങ്കിലാണ് അത് ഫ്ലോട്ട് ചെയ്യുക. ഇത്തരം കേസുകളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.